പ്രിയപ്പെട്ട കർഷക മോർച്ചയുടെ ശിവേട്ടൻ, ശ്രീമാൻ അനീഷ്, എൻ്റെ മുന്നിലുള്ള രവിയേട്ടൻ, ശ്രീമാൻ സരിക ശശി, സംഘടനയുടെ ചുമതലക്കാരനായിട്ട് ഇവിടെ തന്നെ വേദിയിലിരിക്കേണ്ട ഒരാൾ ഏറ്റവും ബാക്കിലിരിക്കുകയാണ് ശരത്ജി, അതുപോലെ മന്നംപുള്ളി വിജയേട്ടൻ, ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ചില ആളുകളുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പ്രേമേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിനോദുണ്ട്, അവിടെ തൊട്ടപ്പുറത്ത് നമ്മുടെ മെമ്പർ ചിദംബരേട്ടൻ, പഴയ മെമ്പർ, ആളുടെ വൈഫ് ഇപ്പോഴത്തെ മെമ്പർ, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, സജിഷയുണ്ട്, സജിഷയൊക്കെ വളരെ ഓടി നടക്കുകയായിരുന്നു, സജിഷയുണ്ട്, ബിനോജ് ഉണ്ട്, അതുപോലെ ബിനിലില്ലേ, ബിനിൽ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ചീഫ് ഏജന്റ് ശ്രീ പത്മപ്രകാശ് ബാക്കിലിരിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഞാൻ കഴിഞ്ഞ 2016 പ്രവർത്തിക്കുന്ന സമയത്തും ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്നിരുന്ന ഒരാളുണ്ട്, സുദേവേട്ടന് ഒന്നും പറയാനില്ല, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും ആളെ കാണാം. നന്ദുവേട്ടനുണ്ട്, ചുമതലക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പേര് പറയുന്നതിൻ്റെ അപ്പുറത്ത് ചില പേരുകൾ പറയുന്നു മാത്രമേ ഉള്ളൂ. സേവാഭാരതിയുടെ പ്രിയപ്പെട്ട നമ്മുടെ വിജയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും. അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സുധീഷ് ഉണ്ട്, സുധീഷ് അവിടുത്തെ മെമ്പർ കൂടിയാണ്. ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞാൽ അപകടമാണ്. കാരണം എന്താണ്, ഒരാളുടെ പേര് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ആളുകളെ പേര് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാർ, അതുപോലെ തന്നെ സഹോദരിമാർ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു, ശോഭാ സുരേന്ദ്രൻ കരഞ്ഞ് മെഴുകി വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഞാൻ കാണാനിടയായി. അങ്ങനെ സങ്കല്പിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഓരോരുത്തർക്ക് അവകാശമുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഞാനൊരു മത്സരം നടത്തുന്നത് 2004 ആ 2004 വടക്കാഞ്ചേരിയിലെ ബൈ ഇലക്ഷനിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് എൻ്റെ കന്നി അംഗമാണ്. സംഘടന തീരുമാനിക്കുകയാണ്, മാറാടിൻ്റെ മറുപടി അത് ബാലറ്റിലൂടെ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അപ്പം ഞാൻ ചോദിക്കുകയുണ്ടായി, ഗോപാലകൃഷ്ണേട്ടനെ പോലെ RSSന്റെ വലിയ ചുമതലയിരിക്കുന്ന ആളുകളോട്, അന്നത്തെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ശ്രീമാൻ PP മുകുന്ദേട്ടൻ, അദ്ദേഹത്തോടൊക്കെ ഞാൻ ചോദിച്ചു, ഞാൻ 2004 അപ്പൊ അറിയാലോ, 2004 കഴിഞ്ഞ് ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞു അല്ലേ, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനാണോ ഈ ബൈ ഇലക്ഷനിൽ മത്സരിക്കേണ്ടത്? കേരളത്തിൽ എത്രയോ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, അപ്പൊ അവരിൽ ആരെങ്കിലും പോയാൽ പോരെ? അപ്പൊ പറഞ്ഞു, ഇത് സംഘത്തിന്റെ നിശ്ചയമാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, ഇന്നത്തെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി പോലെ ചെറുപ്പക്കാരനല്ല, ഈ സംഘടനയെ ഊടും പാവും വെപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പകരക്കാരില്ലാത്ത ഒരാളായിരുന്നു ശ്രീമാൻ PP മൂന്തൻ എന്ന് പറയുന്ന നമ്മുടെ തലമുതിർന്ന കാരണവര്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നേരെ പോവാ, ചോദ്യം ഉത്തരവൊന്നുമില്ല. അങ്ങനെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി. അന്ന് അവിടെ നമുക്കുള്ള വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 5000 വോട്ടാണ്. ആ 5000 വോട്ട് തികയ്ക്കാൻ പറ്റാത്ത ഒരു നിയോജക മണ്ഡലത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കേരളത്തിലെ അന്നത്തെ മുടിചൂടാമന്നനായിട്ടുള്ള ശ്രീമാൻ കരുണാകരന്റെ മകൻ ശ്രീമാൻ മുരളീധരൻ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഈ 5000 വോട്ടിനെ 11000 വോട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടിപ്പൊളിച്ചപ്പോ അവിടെ പത്രക്കാർ എഴുതിയത് എന്താണെന്ന് അറിയുമോ? അതായത് അതിശക്തമായിട്ടുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചു എന്നാണ്. അങ്ങനെ ആദ്യം തുടങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയോജക മണ്ഡലത്തിലും നമ്മൾ മത്സരിച്ചു, അവിടെയും ജനം നമ്മളെ സ്വീകരിച്ചു. ഇപ്പൊ പാലക്കാടില് ഒരു ചെറിയ ഒരു കണക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ പറയാൻ തയ്യാറാണ്. ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ച പാർട്ടി? ഭാരതീയ ജനതാ പാർട്ടിക്ക്, നമ്മുടെ NDAക്ക് എത്ര വോട്ടാണ് നമ്മൾ വർദ്ധിപ്പിച്ചത്? എത്ര പെർസെന്റേജ് ആണ് നമ്മൾ വർദ്ധിപ്പിച്ചത്? പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 5% വരുന്ന വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ
ജയിച്ച സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് മെഴുകി തിരിച്ചു പോകാൻ എന്താണുള്ളത്? നമ്മെ സംബന്ധിച്ച് നമ്മൾ പ്രസ്ഥാനം വളരുകയാണ്. പാലക്കാട് നമ്മൾ ഊർജപ്പെടുത്തിയിരിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലം 15 വർഷക്കാലമായി തുടർച്ചയായി കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. ആ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു മണ്ഡലത്തെ മറ്റൊരാളെയും പകരക്കാരനായി വെക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഒരു നിയോജക മണ്ഡലത്തെ, ആ നിയോജക മണ്ഡലത്തിൽ ഒരു മാസം മുമ്പ് വന്ന് ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ നമ്മൾ കൈ നീട്ടുമ്പോൾ ആ നീട്ടിയ കൈകളിലേക്ക് 5% വോട്ടുകൾ നൽകി. നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് വരിക, അല്ലെ? എന്താ കാരണം അതത് സ്ഥാനാർത്ഥികൾ അവർ ഓരോരുത്തരും കൂടുതൽ വോട്ടുകൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ പിടിക്കുന്ന ഒരു ഇലക്ഷനാണ് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. ആ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ നമുക്ക് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത് എത്ര വോട്ടാണ്? 37,000 വോട്ടാണ്. ആ 37,000 വോട്ടിനെ കരഞ്ഞു മെഴുകല്ല നമ്മൾ ചെയ്തത്. 49,912 വോട്ടും വാങ്ങിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നം നമ്മൾ കേരളത്തിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കരയുകയല്ല, നമ്മളൊക്കെ ചിരിക്കുകയാണ്. എന്താ കാരണം ചെറിയ ആളുകളാണോ നിയമസഭയിൽ പോയിട്ടുള്ളത്? നിയമസഭയ്ക്കകത്ത് പോയത് വെറുതെ 10 ദിവസം ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളല്ല ജയിച്ചിട്ടുള്ളത്. ആരാ ജയിച്ചത്? കേന്ദ്രമന്ത്രിയായി ഈ കേരളത്തിൽ പ്രവർത്തിക്കുകയും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ വളർന്നു വന്ന് പതിറ്റാണ്ടുകൾ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ 10 വർഷത്തിലധികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ മുരളീധരൻ, അദ്ദേഹം കഴക്കൂട്ടത്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ പൂട്ടി താക്കോല് കൊണ്ടുപോയിട്ടുള്ള ശിവൻകുട്ടിക്ക് കാര്യം മനസ്സിലായി. മണിച്ചിത്രത്തായിട്ട് പൂട്ടിയാലും നമ്മൾ ആ പൂട്ട് പൊളിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. അങ്ങനെ അദ്ദേഹം വിജയിച്ചു. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും വിജയിച്ചു. 25 വർഷക്കാലം SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ ആ നിയോജക മണ്ഡലത്തിന്റെ സെക്രട്ടറിയും ആ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പദവിയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടും വർഷങ്ങളോളം പ്രവർത്തിച്ച ശ്രീമാൻ ഗോപൻ മാഷ്, ആ ഗോപൻ മാഷ് ഒരാൾ ജയിച്ചു. മറ്റൊരാൾ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ, ശ്രീമാൻ മുരളീധരൻജി, ഗോപകുമാർ സാറ്. എന്തിനാ കൂടുതൽ കേരള നിയമസഭയില്? ആ കേരള നിയമസഭയിൽ അവർ 3 പേർ അകത്തിരിക്കുമ്പോൾ മഞ്ചേശ്വരത്തും പാലക്കാടും നിങ്ങൾ ഒരുമിച്ച് പിരായിരിയിലെ വോട്ട് ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പെട്ടിയിലിട്ട് കൊടുത്ത് നിങ്ങളുടെ വോട്ട് മറിച്ച് നിങ്ങൾ എന്നെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമസഭയുടെ പുറത്തെ കേരള BJPയുടെ കാവൽക്കാരിയായിട്ട് ശോഭയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? കരഞ്ഞു മെഴുകിയത് ഈ രാജ്യത്തിനു വേണ്ടി കാവൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ മരിച്ചു വീണ് അവരുടെ ബോഡി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഞങ്ങളുടെ പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ച വാർത്ത വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ, ആ പരിപാടിയുടെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ശ്രീമാൻ ജയകൃഷ്ണൻ മാസ്റ്റർ, ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ശവശരീരം അത് കൈകൾ കൊണ്ട് വാങ്ങാൻ സാധിക്കാതെ നിരവധിയായിട്ടുള്ള വെട്ടുകൾ വെട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും ഇറ്റിറ്റ് വീണപ്പോൾ അന്ന് കരഞ്ഞിട്ടുണ്ട്. അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ജയകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി യുവമോർച്ചയിൽ മുഴുവൻ സമയ പ്രവർത്തകയായി തീരുമാനമെടുത്ത് അത് പാർട്ടിയോട് പറഞ്ഞു. ആ സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളൊക്കെ ചിരിക്കുന്ന സമയമാണ്. ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവിടെ നീണാൾമാണ് ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത മമതാ ബാനർജിയുടെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ബംഗാൾ നമ്മൾ പിടിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി വരിയിൽ നിന്ന് പോയില്ലേ? ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നാവ് ഉയർത്തിയത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ
കേരളത്തിലെ കഴിഞ്ഞകാല മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെ ഒരു ഭയപ്പാടുമില്ലാതെ പ്രസംഗിക്കാൻ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് കരഞ്ഞു മെഴുകുന്നത്? അടുത്ത കേരളത്തിന്റെ ഭരണമാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ആ ഭരണം പിടിക്കാൻ നമ്മൾ സജ്ജരാകും. അതിന് ശക്തമായിട്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാർ തയ്യാറാകണം എന്ന് പറയാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശബ്ദം മൈക്കിന്റെ തകരാറുകൊണ്ടാണ്. ശബ്ദം കുറയുന്നത് ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. മാധ്യമങ്ങളെല്ലാവരും നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച മാധ്യമങ്ങളോടും എന്നെ സ്നേഹിച്ച മാധ്യമങ്ങളോടും ഒരു പരാതിയും ഒരു പരിഭവവും എന്നെ സംബന്ധിച്ചില്ല. കാരണം നിങ്ങളുടെ പൊളിട്രിക്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം രണ്ട് വരിയായിട്ട് നിങ്ങൾ കേരളത്തിൽ കാണിച്ചിട്ടുണ്ട്. എത്രയോ മാധ്യമങ്ങളിൽ രാത്രിയിൽ അടുക്കളയിൽ സാമ്പാർ വെക്കേണ്ടതിന് പകരം ആവശ്യമില്ല അല്ലെങ്കിൽ അടുക്കളയിൽ കറി വെക്കേണ്ടതിന് പകരം ആ സമയത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയോ ചാനലുകളുടെ മുറിക്കകത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ആ ചാനൽ മുറികളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ പ്രസ്ഥാനം ഒരു ദിവസം വളരും. നമ്മുടെ പാർട്ടിക്ക് MLA-മാരുണ്ടാകും, നമ്മുടെ പാർട്ടിക്ക് MP ഉണ്ടാകും, മന്ത്രി ഉണ്ടാകും. ഒരാൾ ജയിച്ചപ്പോൾ ഒരു മന്ത്രിയെ കേരളത്തിലേക്ക് ദാനമായി നൽകിയ ആളാണ് ശ്രീമാൻ ജോർജ് കുര്യൻ. നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മോദിജിയാണ് നൽകിയത്. പിന്നെ എനിക്ക് എന്തിനാണ് ഞാൻ കരഞ്ഞു മെഴുകുന്നത്? എനിക്ക് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി എന്താ കിട്ടാനുള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആ വേദിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, എന്താണ്, ശോഭ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ് എന്ന് ഈ രാജ്യത്തിന്റെ മുടിചൂടാ മന്നനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം മുഖത്ത് എന്താ ഉണ്ടാകേണ്ടത്? സങ്കടമല്ല ഉണ്ടാകേണ്ടത്. എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. എല്ലാവരും ചിരിക്കണം. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി പാലക്കാട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഇവിടെ അശരണരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മാത്തൂരിൽ നിന്ന് ഒരു 40-ലധികം വരുന്ന പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 50-60 ആളുകളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരാതികൾ എല്ലാം അതിന്റെ കൃത്യതയോടുകൂടി കൃത്യമായി അതിൽ തീരുമാനമെടുക്കും. നമുക്ക് സന്ദീപ് മെമ്പർ അവിടെ ഇരിക്കുന്നുണ്ട്. സന്ദീപ് മെമ്പറുടെ വാർഡിൽ നിന്നല്ല, തൊട്ടടുത്ത വാർഡിൽ നിന്ന് 2-3 പരാതികൾ കിട്ടിയിട്ടുണ്ട്. അത് സന്ദീപിനെ ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ എലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? എലക്ഷന്റെ റിസൾട്ടിന് ശേഷം നമ്മൾ ഒരു കിണർ കുഴിച്ചു. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 99% പൂർത്തിയായി. എലക്ഷൻ റിസൾട്ട് കഴിയാതെ പണിയെടുക്കാൻ പറ്റുമോ? അത് പ്രോട്ടോകോൾ ലംഘനമാണ്. 2-3 ദിവസമായിട്ട് അനീഷിന്റെ നേതൃത്വത്തിൽ അനീഷിനെ ആ സ്ഥലത്ത് പറഞ്ഞയച്ച് ഒരു പാവപ്പെട്ട അമ്മയുടെ വീട് മുഴുവൻ ചെത്തിത്തേക്കിയാണ്. എത്രയോ പണിക്കാർ അവിടെ ഉണ്ട്. വയസ്സായിട്ടുള്ള ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു പടിക്കെട്ട് നമ്മൾ കെട്ടി, അത് നമ്മൾ പൂർത്തീകരിച്ചു. ഈ നിയോജക മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ജോലി, ആണോ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ യാത്രയിൽ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങളെല്ലാവരുടെയും അത്യധ്വാനം, നിങ്ങളുടെ കഠിനാധ്വാനം, ആ കഠിനാധ്വാനമാണ് ഈ പാർട്ടി. നിങ്ങൾക്ക് ആർക്കും ഏത് സ്ഥാനാർത്ഥി എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നതാണോ? ചിഹ്നം താമര, കുങ്കുമഹരിത പതാക. ആ കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് 17 മുഖ്യമന്ത്രിമാർ, അല്ലെ, 17 മുഖ്യമന്ത്രിമാർ. അതിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം അത് വീണ്ടും കൂടാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ
നമ്മുടെ രാജ്യത്തിന്റെ BJPയുടെ ആ മൂവ്മെന്റ് അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ സൗണ്ട് പോയത് എന്താണെന്നറിയോ? ഞാൻ 2 ഐസ്ക്രീം കഴിച്ചിട്ടാണ്. ഞാൻ സാധാരണ തണുത്തതൊന്നും കഴിക്കാറില്ല. എനിക്ക് യേശുദാസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യേശുദാസ് പറയും, തൊണ്ട സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പഞ്ചസാര കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്. എന്നാൽ പ്രസംഗമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് 2 ഐസ്ക്രീം മോനോടൊപ്പം ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് കഴിച്ചു. ഇത് നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ആലോചിച്ചതാണ്. മൈക്ക് തന്നു, പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൗണ്ട് ശരിയാകുമ്പോൾ നമുക്ക് റോഡിൽ ഇനിയും പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇവിടെ ചേർന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് ഞാൻ എന്താ പറഞ്ഞത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഡബിൾ എഞ്ചിൻ സർക്കാർ അത് ഉണ്ടാക്കി കൊടുക്കണം. അതിന് 3 പേർ അകത്തുണ്ട്. അതിന് കേരളത്തിന്റെ പുറത്ത് കാവൽക്കാരായി നിങ്ങൾ ഓരോരുത്തരും നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. സൗണ്ടില്ല.